അനിയൻകുട്ടാ, നീ ഒരു മാമനാവാൻ പോകുന്നു. മാമനോ? ആ, അങ്കിൾ, അമ്മാവൻ, മാതുലൻ, മാമൻ. ഓ, അമ്മാവൻ. അതേടാ, നിന്റെ ചേച്ചി ഒരമ്മയാവാൻ പോകുന്നു. ചേച്ചി, സത്യമാണോ ചേച്ചി? നമ്മുടെ അച്ഛൻ ഇത് അറിയുമ്പോ നല്ല സന്തോഷമായിരിക്കും അല്ലേ? അതൊന്ന് പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ചേച്ചി പറയുമ്പോ അച്ഛന് ഒത്തിരി സന്തോഷമാണ് ചേച്ചി. ചേച്ചി സംസാരിക്കാത്തതിലുള്ള സങ്കടമുള്ള അച്ഛന്. ആ, അച്ഛൻ ഒത്തിരി വൈകുന്ന് പറഞ്ഞിട്ടാ ചേച്ചി പോയത്. ആ, വല്ലുഞ്ഞെ അഖിലാമേടത്തിന്റെ തറവാട്ടി പോയിരുന്നോ? പോയിരുന്ന അനിയൻകുട്ടാ, അതൊക്കെ ഞാൻ നിന്നോട് പറയാം. ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴേക്കും നീ നിന്റെ ഐഷുമ്മ തന്നുവിട്ടതാ ഈ പലഹാരങ്ങളൊക്കെ ഒരു ധാരണയിലാക്ക. അത് ഞാൻ ഏറ്റു വല്ലുഞ്ഞെ. എന്താ സുജാതേച്ചി, വലിയ സന്തോഷത്തിലാണല്ലോ. ലോട്ടറി വല്ലതും അടിച്ചോ? അതെ, ലോട്ടറി അടിച്ചു. എനിക്കല്ല, വേറൊരാൾക്ക്. അതാർക്കാ? സുജാതേച്ചിക്ക് ഇത്രയും സന്തോഷം വരണമെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കും ആണല്ലോ. അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാ. നീയും അറിയും. ആരാന്നൊന്നു പറയേച്ചി. അത് വേറെ ആർക്കും അല്ല, നമ്മുടെ കല്യാണിക്കാ. കല്യാണിക്ക് ലോട്ടറി അടിച്ചോ? ആ ലോട്ടറി അല്ല വനജെ. ഇനി അധികം വൈകാതെ കല്യാണി തൃച്ചംബരത്തേക്ക് വരും. എന്താ സുജാതേച്ചി, ഇന്നലെ സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? സ്വപ്നമൊന്നുമല്ല, സത്യവാ. കല്യാണിക്ക് വിശേഷം ഉണ്ടെന്ന്. എന്നുവെച്ചാ? എന്ന് വെച്ചാ കുന്തം. എടി വനജെ, കല്യാണി ഒരു അമ്മയാകാൻ പോകുന്നെന്ന്. എന്റെ ഈശ്വര, സന്തോഷമുള്ള വാർത്തയാണല്ലോ സുജാതേച്ചി. നിക്കടി അവിടെ. നീ എന്താടി നാട്ടുകാരുടെ വിശേഷം തിരക്കി നടക്കുകയാണ്? രാവിലെ വന്ന് ജോലി ചെയ്യാതെ വിശേഷം പറഞ്ഞോണ്ട് നിൽക്കുന്നു. കല്യാണിക്ക് വിശേഷം ഉണ്ടത്ര. എടി, നിന്റെയൊക്കെ യൂണിയനിൽപ്പെട്ട ഒരുത്തി ഈ തൃച്ചംബരത്തെ റാണിയായി വാഴുമെന്ന് നീ ഒന്ന് സ്വപ്നം കാണണ്ട. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. അവളുടെ ഒരു സുവിശേഷം. പോയി ജോലി ചെയ്യാൻ പോടി. അതെ, മതി നിലത്തിട്ട് ഉരച്ചത്. അകത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് നോക്ക്. പോ. അരവിന്ദ്, ഡോക്ടർ, കൺഗ്രാറ്റ്സ്. അരവിന്ദ് ഒരു അച്ഛനാകാൻ പോകുന്നു. താങ്ക്സ്. വെൽക്കം. ഇറ്റ്സ് ഓക്കെ. അമ്മേ, അനുഗ്രഹം എല്ലാം നല്ലത്. പോകും, പോയി നന്ദനെ കാണും. അല്ല, ഞാനൊന്ന് മധുരം വിളമ്പാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. ശരി ഗുരുജി. ഇരിക്കും. ആയിക്കോട്ടെ. ഇവിടെ വന്ന് ബ്രോ, ഈ മാത്രം എടുത്ത ഇടുക്ക് ബ്രോ. ഇടുക്കങ്ങട് എടുത്തെടുത്ത. ഇന്ന് മധുരം കഴിച്ചില്ലേ പിന്നെ എന്ത് കഴിക്കാനാ? ആ, അവിടെ എടുക്കാണ്ട്. ആ,
അല്ല അനിയൻകുട്ടൻ എവിടെ? അനിയൻകുട്ടാ, നീ ഇവിടെ ഉണ്ടാ? അതെടുക്കണ. അല്ല അല്ലെങ്കിൽ ഞാൻ വായ വെച്ചിരാം. നിനക്ക് വേറൊരു സാധനമുണ്ട്, ഇത് തോർക്കാനും പറ്റില്ല. എടുക്കടി, എല്ലാം കഴിച്ചോ. നീ ഇത് മൊത്തം കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. പിന്നെ ഇങ്ങോട്ട് എടുത്ത എടുക്കത് നോക്കിക്കോ, അത് എന്തത്ര നാണം. അങ്ങനെ തൃച്ചംബരത്ത് ഒരു അനന്തരാവകാശി ഉണ്ടാവാൻ പോകുന്നു. അല്ല അരവിന്ദ്, നീ ഇതെങ്ങനെ? ബ്രോ എന്നോട് ക്ഷമിക്കണം. ഇന്ന് വരെയുള്ള എല്ലാ സീനിയോറിറ്റിയും മറികടന്ന് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണ ഒരു അച്ഛനാവാൻ പോകുന്നു. അതെ ബ്രോ, നന്ദനെ ഒരു അമ്മയാവാൻ പോകുന്നു. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? രണ്ടുപേരും ഞെട്ടിയില്ലേ? എനിക്കറിയുന്നത് സന്തോഷമുള്ള ഞെട്ടലാന്ന്. പക്ഷേ ഞെട്ടണ്ട, സത്യം പറഞ്ഞു. എന്റെ ബ്രോയാണ് സത്യം. ഈ അരവിന്ദ് ഒരു അച്ഛനാവാൻ പോകുന്നു. എന്നാൽ ഞാൻ അച്ഛൻ. ഇന്നാണേ കുഞ്ഞെ, ഇത് പിടിക്ക്. ഇതെന്തിനാ എനിക്ക് വിട്ടായി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇത് ഞാൻ മാമനാവാൻ പോകുന്നതിന്റെ മിഠായിയാ. ബന്ധം വെച്ച് നോക്കുമ്പോ നീ ഒരു മാമനെ കേട്ട് വരും. ശരിയാ. അയ്യോ അതല്ല നീ കുഞ്ഞെ, എന്റെ ചേച്ചിയും അമ്മയാകാൻ പോകുന്നു. അതെ, വലിയ കുഞ്ഞു അച്ഛനാവാൻ പോകുന്നു. സത്യം, അനി കുഞ്ഞാണേ സത്യം. ബ്രോ, അമ്മ ഒറ്റയ്ക്ക് ഓടി പിടിച്ചൊന്നും വരണ്ട. ഇവിടെ എല്ലാരും ഉണ്ട്. അരവിന്ദ് ആണെങ്കി 24 മണിക്കൂറും ഇപ്പൊ എന്റെ കൂടെ തന്നെയുണ്ട്. അമ്മേ? അമ്മയാ. അതെ, ഇനി പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ 1ാം പിറന്നാൾ കഴിഞ്ഞിട്ടേ കമ്പനിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞേക്കൂ അമ്മോട്. ഇനി 2 കൊല്ലം കഴിഞ്ഞേ കമ്പനിയിൽ പോകുന്നുള്ളൂന്ന്. ആ ശരിയപ്പോ വെച്ചേക്കമ്മ, നാളെ വിളിക്കാം. ശരി. പ്രസവ ശുശ്രൂഷയ്ക്ക് വരാൻ നിന്റെ അമ്മയ്ക്ക് തിടുക്കായി കാണും. അതെ അതെ, നാളെ രാവിലെ ഇങ്ങോട്ട് വരാൻ പോയതാ. ഞാനേ വിലക്കി. അച്ഛൻ ബാംഗ്ലൂരിലാന്നേ. അച്ഛൻ കൂടി വന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന് ഞാനങ്ങ് പറഞ്ഞു. ആഹാ, ടോയ്സ് ഒക്കെ വാങ്ങിയ? ഇത് ഈ രാത്രിയിൽ എവിടെ പോയി വാങ്ങി? എടി, ഇത് പുതിയതായിട്ട് വാങ്ങിയതൊന്നല്ല. ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന. എന്നിട്ടിപ്പോ ഞാനിപ്പോ പഴയ അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന. എങ്ങനെയുണ്ട്? അയ്യോ, ഇഞ്ചടാ. കൊള്ളാല്ലേ? ആ കൊള്ളാം. പക്ഷേ ഇത് പെൺകുട്ടികൾക്കുള്ള ടോയ് അല്ല. പെൺകുഞ്ഞിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിനിപ്പോ സംശയം എന്താ? ഇതെന്താ എല്ലായിടത്തും ഇങ്ങനെ? അച്ഛന്മാർ ആഗ്രഹിക്കുന്നത് പെൺകുഞ്ഞിനെ, അമ്മമാർ ആഗ്രഹിക്കുന്നത് ആൺകുഞ്ഞിനെ. അതിന്റെ കാര്യം എന്താണെന്ന് അതെനിക്കറിയില്ല. പക്ഷേ അച്ഛന്മാരോട് ഇഷ്ടം പെൺകുട്ടികൾക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ആൺമക്കൾക്ക് ഇഷ്ടം അമ്മയോടായിരിക്കുമല്ലോ. നീ വാശിയൊന്നും പിടിക്കണ്ട. നിനക്കൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിങ്ങോട്ട് തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സഹോദരികളാണെങ്കിലും കൂട്ടുകാരായിട്ട് അവരങ്ങോട്ട് വളർന്നോളൂ. അതാര്? ബ്രോയുടെ മോള്. ഓ, അതും പെണ്ണാണെന്ന് തീരുമാനിച്ചോ? ആയിരിക്കണമല്ലോ. എടേ, തൃച്ചംബരത്ത് പെൺകുട്ടികളില്ല. ഭാവിയിൽ അവര് തൃച്ചംബരം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അറിയപ്പെടും. മാഡം,
ദാസേട്ടന് ബുദ്ധിമുട്ടായി അല്ലേ? എന്താ മേഡം ഇങ്ങനെയൊക്കെ? എനിക്ക് ബുദ്ധിമുട്ടോ? മാഡം വിളിച്ചപ്പോ എന്റെ മനസ്സിന്റെ ഭാരവും ഇല്ലാതായി പോയ പോലെ തളച്ചു മറിഞ്ഞിരുന്ന എന്റെ മനസ്സ് ശാന്തമായി, സന്തോഷായി. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല മാഡം. അവസാന കാലം വരെ തൃച്ചംബരത്തുകാർക്ക് എന്നോടുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുത്താതെ നോക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. എന്റെ ഭാര്യ ഓർമ്മയില്ലേ മാഡത്തിന്? സുധേ. അതെന്താ ദാസേട്ട അങ്ങനെ ചോദിച്ചത്? എനിക്ക് ഓർമ്മയില്ലാതിരിക്കൂ. അവൾ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് തൃച്ചംബരത്തുകാരോടാണോ അതോ അവളോടാണോ സ്നേഹം കൂടുതലെന്ന്. എന്നിട്ടെന്താ, ഞാൻ ഉത്തരം പറയാൻ തുടങ്ങും മുമ്പേ അവള് പറയാ ആ ഉത്തരം അവൾക്ക് കേൾക്കണ്ടെന്ന്. കേട്ടാ സങ്കടാവുന്ന. ശിവരാമ സാറെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവൂല്ലേ മാഡം? എത്തിദാസേട്ടാ. സമയത്തിന് വലിയ വില കൊടുക്കുന്ന മനുഷ്യനാ. സമയം ഒരിക്കലും ആർക്കു വേണ്ടി കാത്തു നിൽക്കാറില്ല എന്ന് ശിവരാമ സാർ എപ്പോഴും പറയാറുണ്ട്. അതെ ദാസേട്ടാ, പോയ സമയങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടണമെന്നില്ല. പാവാണ് മാഡം എന്റെ മോള്. സ്നേഹം ഊട്ടി വളർത്തിയത് കൊണ്ടാകാം അതിർവരമ്പുകൾ അറിയാതെ പോയത്. പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും ആ മനസ്സിലില്ല. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ദാസേട്ടാ. മാഡം. അവിടെ മിനറൽ വാട്ടർ ഉണ്ടോ നോക്കി. ഇല്ല മാഡം. കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നുക. അടുത്തെവിടെയെങ്കിലും കടയിൽ നിന്ന് വാങ്ങാം മാഡം. ദാസേട്ടാ, അവിടേക്ക് ഒന്ന് ഒതുക്കേ. ശരി മാഡം. ദാ ആ റോഡിന്റെ എതിർവശത്തൊരു കട ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കൂ. ശരി മാഡം. ഒരു ബോട്ടിൽ വെള്ളം. വണ്ടി ഇടിച്ചിട്ട് പോയി. ഇത് ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നിന്നാ പോലും എനിക്ക് തന്നെ മാറിപ്പോവും. എന്നാ ഡോക്ടറെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അമ്മയ്ക്ക് ബോധം വന്നുവെന്ന് മക്കളെ ഒന്ന് അറിയിച്ചേക്കും. ശരി മാഡം. മാഡം, ഇത് അഖിലാണ്ടേശ്വരിയുടെ ഫോണാ. ഓ, വെരി ഗുഡ്. ശരി മാഡം. ഓക്കെ.
സംഭവിച്ചതെല്ലാം നല്ലതിന്. എന്താ ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഒരുവിധം മനസ്സിലായി കാണും അല്ലെ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഞാൻ കൊതിച്ച ആഡംബര ജീവിതം കാലം തന്നത് നിനക്കായിരുന്നു. കാലത്തിന്റെ വിധിയെ മാറ്റിയെഴുതിക്കൊണ്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി ആ ആഡംബര ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാൻ പോവാ. ഇനി ഈ കാരാഗ്രഹത്തിൽ കിടന്ന് കുറച്ചു കാലം നിന്ന് അരകിക്ക്. അതിനുശേഷം സുഖകരമായൊരു മരണം നിനക്ക് ഞാൻ ദാനമായി തരും. എന്റെ വിധി തീരുമാനിക്കാൻ സർവേശ്വരനല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. പക്ഷേ നിന്നെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയം തോന്നാ. കണ്ടില്ലേ, കെട്ടിവരിഞ്ഞിട്ടിരിക്കുമ്പോഴും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ശൗര്യം. ഇതാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ആന്റി, ദേ ഈ നിൽക്കുന്ന ടെസ്സെ കണ്ടോ? ഇവളുടെ രൂപം പോലെ തന്നെയാ ഇവളുടെ പ്രവൃത്തി. 7 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്നിട്ടാ വന്നേ. കയ്യബദ്ധം പറ്റി ഭർത്താവിനെയോ അമ്മായിയമ്മയോ കൊന്നിട്ടല്ല. മീൻ മാർക്കറ്റിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് 3 പേരെ ഒരുമിച്ച് കൊന്ന കേസിലാ. ഇപ്പോ ഞാൻ ആടാൻ ആഗ്രഹിച്ച വേഷം ആടിത്തകർക്കുക തൃച്ചംബരത്ത്. എന്റെ ആട്ടം തീരുമ്പോ നീ നിന്റെ പേരിന് മുന്നിൽ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന തൃച്ചംബരം എന്ന തറവാട്ടു പേരുണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവില്ല. ആസ്തിവാരം ഇളക്കിയിരിക്കും ഞാൻ. ആന്റി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ ആന്റി ഇവൾ അഴിച്ചുവിടും. ഞാൻ പറഞ്ഞല്ലോ ഇവൾ ആരാണെന്ന്. ടെസ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയ. ഇതുവരെ ഒന്നിനും ഒരു കുറവും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ശരി മാഡം. പറഞ്ഞത് മനസ്സിലായല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ഈ വേഷപ്പകർച്ചയിൽ ആട്ടക്കാരി ഞാനും കാഴ്ചക്കാരി നീയും. കണ്ട് കണ്ണീര് പൊഴിച്ച് ഒടുവിലെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് എനിക്ക് കാണണം.